വളരെ പെട്ടെന്ന് ഷൂട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നാണ് നമ്മുടെ സലാർ സിനിമയുടെ ബുക്കിംഗ് നമ്മുടെ കേരളത്തിൽ സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ സമയം ചോദിക്കുകയാണെങ്കിൽ വൈകിട്ട് 6:49 PM നമ്മുടെ സലാർ സിനിമയുടെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തുമാത്രം ഹൈപ്പ് ഉണ്ട് സിനിമയ്ക്ക് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഇന്നറിയാം. പക്ഷേ ചെറിയൊരു കാര്യം സംഭവിച്ചായിരുന്നു കേട്ടോ. അപ്പം ഇപ്പം സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6:55 ആയിട്ടുണ്ട്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6:49 തൊട്ട് ഇങ്ങനെ ഇരുന്ന് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വരുമോ എന്ന് അറിയാനായിട്ട്, പക്ഷേ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ സമയം 6:55 കഴിഞ്ഞല്ലോ, പക്ഷേ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്ന ഏത് തിയേറ്ററാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ട്രിവാൻഡ്രം ഏരീസ് ഫ്ലെക്സിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഏരീസ് ഫ്ലെക്സിന്റെ കാര്യം പറയാൻ നിങ്ങൾക്ക് അറിയാലോ, കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുന്നെയാണ് നമ്മൾ ഏരീസ് ഫ്ലെക്സിലെ ലിയോയുടെ ബുക്കിംഗ് കാണിച്ചത്. അന്ന് ബുക്കിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ബുക്ക് മൈ ഷോ ആയിരുന്നു. പക്ഷേ ഇന്ന് ബുക്ക് മൈ ഷോ അല്ല, ഇന്ന് ഇപ്പോൾ ടിക്കറ്റിനോ പേടിഎം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാനും എടുക്കാനും ഒക്കെ കുറച്ച് കൺവീനിയൻസിന്റെ കാര്യത്തിൽ ചില കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അത് എന്തുമാത്രം ഉണ്ടെന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാം കേട്ടോ. അപ്പം ഞാൻ മെയിനായിട്ട് നോക്കുന്നത് എന്തുമാത്രം ഹൈപ്പ് ഉണ്ട്, എത്ര പെട്ടെന്ന് ബുക്കിംഗ് ഫുൾ സോൾഡ് ഔട്ട് ആകും എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇനി അധികം സമയം കളയാനായിട്ടില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നേരെ ടിക്കറ്റിനും എടുത്തിട്ട് ബുക്കിംഗ് നോക്കാം. അപ്പോഴേ ഞാൻ ലൊക്കേഷൻ ട്രിവാൻഡ്രം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ താഴോട്ട് പോയി നോക്കാം നമ്മൾ സലാർ എവിടെയാണ് വരുന്നത്. യെസ്, സലാർ ബുക്കിംഗ് ഓപ്പൺ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞിട്ടുണ്ട്, 7:09 ആയിട്ടുണ്ട് കേട്ടോ. മലയാളമുണ്ട്, തമിഴുണ്ട്, തെലുഗു ഉണ്ട്. അപ്പോൾ നമുക്ക് മലയാളം തന്നെ സെലക്ട് ചെയ്ത് നോക്കാം. മലയാളം സെലക്ട് ചെയ്യുമ്പോൾ ഡേറ്റ് കാണിക്കുന്നുണ്ട്. യെസ്, ഫ്രൈഡേ 22 ഡിസംബർ 22. യെസ്, അപ്പോൾ നമുക്ക് നേരെ താഴേക്ക് പോകാം. താഴേക്ക് പോകുമ്പോൾ യെസ്, നമ്മുടെ ഏരീസ് ഫ്ലെക്സ് SL സിനിമാസ് അങ്ങനെ ടിക്കറ്റിനും പേടിഎമ്മിൽ വന്നിരിക്കുകയാണ്. ഫസ്റ്റ് ഷോ വന്നിരിക്കുന്നത് OD1 കണ്ടല്ലോ, RGB 4K ലേസർ പ്രൊജക്ഷനും 7 മണിക്കാണ് ഫസ്റ്റ് ഷോ വരുന്നത്. അത് കഴിഞ്ഞാൽ 10:45, പിന്നെ 2:30, 6:30, 10:30, മൊത്തം 5 ഷോയേ ഉള്ളൂ. ഓ മൈ ഗോഡ്, 5 ഷോയുള്ള മലയാളത്തിന്. ഓക്കെ, അപ്പോൾ ടിക്കറ്റ് റേറ്റ് 160, 180, 480. ഈ 180 ഫില്ലിംഗ് ഫാസ്റ്റ് കാണിക്കുവാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, എന്താ അവസ്ഥ നോക്കാം. ഈ കോണ്ടന്റ് വാർണിംഗ്. ഓക്കെ, ഇത് സർട്ടിഫിക്കറ്റ് മൂവി ആണല്ലോ, അപ്പൊ അതുകൊണ്ട് കോണ്ടന്റ് വാർണിംഗ് കാണിക്കുന്നുണ്ട്. യെസ്, നമുക്ക് എന്താ സംഭവിക്കാൻ നോക്കാം. ഗൈസ്, അങ്ങനെ ഓപ്പൺ ആയി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നമ്മുടെ ബുക്ക് മൈ ഷോ പോലെ അല്ല കേട്ടോ, അത് ഇങ്ങനെ സ്ക്രോൾ ചെയ്യണം. ആ ഒരു പ്രശ്നം ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നമ്മുടെ ഗോൾഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഗൈസ് ഇത് നോക്കി ഓൾമോസ്റ്റ് ഫുൾ ആയിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ മാത്രമാണ് ഇപ്പം പെൻഡിങ് കാണിക്കുന്നത്. നിങ്ങൾ കണ്ടല്ലോ, ഇപ്പോഴാണ് ബുക്കിംഗ് അങ്ങോട്ട് ഓപ്പൺ ആയിട്ടേ ഉള്ളത്. അപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ യൂസർ ഫ്രണ്ട്ലി അല്ലെന്നൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് സീറ്റ് ബാക്കിയുണ്ട്. എത്രയും പെട്ടെന്ന് കയറി ബുക്ക് ചെയ്യാനുള്ളവരൊക്കെ ബുക്ക് ചെയ്തോ. സോറി, ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ സമയം എടുക്കുമല്ലോ എന്തായാലും. ഓക്കെ, അപ്പം ഇതാണ് ഗോൾഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നമ്മുടെ ഫ്രണ്ടിലത്തെ കാറ്റഗറി നോക്കുവാണെന്നുണ്ടെങ്കിൽ എക്സാക്റ്റീവ് കാറ്റഗറി 160 രൂപയുടെ, അതും കണ്ടല്ലോ ഇവിടെ എല്ലാം ഫുള്ളായി പോയിട്ടുണ്ട്. നിമിഷം നേരം കൊണ്ടാണ് ഫുള്ളായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഇപ്പം ബുക്കിംഗ് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഫ്രണ്ട് റോ ആണ്, ഏറ്റവും ഫ്രണ്ട് റോ ആണ്. ഇവിടാണ് നമ്മുടെ സ്ക്രീൻ വരുന്നത്. അപ്പോൾ ഇതാണ് അവസ്ഥ. ഇത് നമുക്ക് നമ്മുടെ ഏറ്റവും പുറകിലത്തെ പ്ലാറ്റിനം കാറ്റഗറി ഉണ്ടല്ലോ, 480 രൂപയുടെ പ്ലാറ്റിനം കാറ്റഗറി. ഇത് കണ്ടല്ലോ, ഇവിടെ 3, 4, 2, 6 സീറ്റാണ് ഇപ്പൊ കറന്റ് ബുക്ക് ആയിരിക്കുന്നത്. ഇപ്പൊ സമയം 7:11 ആയിട്ടേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് 10:45 ഷോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ. 10:45 ഷോയും ഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗോൾഡ് കാറ്റഗറി തകൃതിയായിട്ട് ഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു എക്സാക്റ്റീവ് കാറ്റഗറിയിലേക്ക് ബുക്കിംഗ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരുപാട് സീറ്റുകൾ ഇപ്പോഴും വേക്കന്റ് ആയിട്ട് കിടപ്പുണ്ട്. ഇനി പ്ലാറ്റിനം കാറ്റഗറി നോക്കുവാണെങ്കിൽ ഈ ഒരു സമയത്ത് ഇപ്പം ഒന്നും ബുക്കായി പോയിട്ടില്ല. അപ്പൊ ബുക്കിംഗ് ആയി വരുന്നേ ഉള്ളൂ, ആൾക്കാർ അറിഞ്ഞ് വരുന്നേ ഉള്ളൂ. എന്റെ മോനെ വേക്കന്റ് ആയിട്ട് കിടക്കുവാണ് കേട്ടോ, വേക്കന്റ് ആയിട്ട് കിടക്കുവാണ്. ലിയോയുടെ അവസ്ഥ പോലൊന്നും അല്ല. മിക്കവാറും എനിക്ക് സമയത്തിന്റെ പ്രശ്നം കൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ, ആൾക്കാർ പലരും അറിഞ്ഞു കാണത്തില്ല. അപ്പൊ മറ്റു ഷോകളുടെ കാര്യം നോക്കുമ്പോൾ ഇതേ അവസ്ഥ തന്നെയാണ് കേട്ടോ. അപ്പൊ എന്തായാലും 1, 2, 3, 4, 5 ഷോയാണ്. അതെല്ലാം OD1 വന്നിരിക്കുന്നത് കണ്ടല്ലോ. 4K RGB ലേസർ പ്രൊജക്ഷൻ പ്ലസ് ഡോൾബി അറ്റ്മോസ് ആണ്. അപ്പോൾ ബുക്കിംഗ് തുടങ്ങിയിട്ടേ ഉള്ളൂ. കട്ടക്കേറി ബുക്ക് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത ടിക്കറ്റ് കിട്ടും, ഇല്ലെങ്കിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് അവസ്ഥ. അപ്പൊ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കാൻ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ കയറി ബുക്ക് ചെയ്യുക. ഫസ്റ്റ് ഡേ ഈ ഒരു സിനിമ കാണാൻ വേണ്ടി നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കാനും, പ്രത്യേകിച്ച് ഏരീസ് ഫ്ലെക്സിൽ നിങ്ങൾ ഈ ഒരു സിനിമ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സമയം കളയാതെ കയറി അങ്ങോട്ട് ബുക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വന്ന് വേണ്ടി വീഡിയോ കണ്ടാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ബുക്കിംഗ് കണ്ടല്ലോ, ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ. അപ്പം ആദ്യത്തെ ഫസ്റ്റ് ഷോ എന്ന് പറഞ്ഞാൽ 7 മണിക്കാണ് മലയാളം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 7 മണിക്കായതുകൊണ്ട് തന്നെ ആ ഒരു ഷോയ്ക്ക് സാധാരണ നമ്മൾ കണ്ടുവരുന്നത് പെട്ടെന്ന് ഫുൾ ആവുന്നതാണ്. പക്ഷേ ആൾക്കാർ ചിലപ്പോൾ ഈ സമയം പല ആൾക്കാരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു വലിയ വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എന്തായാലും ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് സോൾഡ് ഔട്ട് ആയി പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പം എത്രയും പെട്ടെന്ന് കയറി ബുക്ക് ചെയ്യുക. അപ്പോൾ സലാർ നമുക്ക് നോക്കാം എന്തുമാത്രം ഹൈപ്പ് ഉണ്ടെന്ന്. അപ്പം ഇനിയും മറ്റു തിയേറ്ററുകളുടെ ബുക്കിംഗ് അപ്ഡേറ്റുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും കേട്ടോ.